ഇസഡ് ടെസ്റ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻ. അതായത് രണ്ട് സാമ്പിളുകൾ ഒരേ പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തത് അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അതായത് x1 ബാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിളിൻ്റെ മീനും x2 ബാർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പിൾ മീനുമാണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് എറർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഇതിലും 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കേസ്, നമ്മുടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ രണ്ടിനും സെയിം ആണെങ്കിൽ, അതായത് രണ്ട് സാമ്പിളിനും സെയിം ആണ്, അതേപോലെ അതിൻ്റെ സാമ്പിൾ സൈസ് n1 ഉം n2 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പോൾ രണ്ട് സാമ്പിളിനും രണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, രണ്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. ഇനി മൂന്നാമത്തെ കേസിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, പകരം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 റൂട്ട് ഓഫ്. അതായത് നമ്മുടെ ഈ സിഗ്മ മാറി s1 ഉം s2 ഉം ആവും. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. കാരണം ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരുന്നത്, ഇവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഈസ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചർഡ് ബൈ X and Y companies gave the following result. Number of bulb used, that is 100. അതായത് എക്സ് കമ്പനി യൂസ് ചെയ്യുന്ന ബൾബ് എന്ന് പറഞ്ഞാൽ 100, വൈ കമ്പനി യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബൾബ് എന്ന് പറഞ്ഞാൽ 100. അതേപോലെ ഓരോ ബൾബിൻ്റെയും മീൻ ലൈഫാണ് തന്നേക്കുന്നത്. എക്സ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ മീൻ ലൈഫാണ് 1300, വൈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ മീൻ ലൈഫാണ് 1248. അതേപോലെ ഓരോ ബൾബിൻ്റെയും, അതായത് എക്സ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 82, അതേപോലെ തന്നെ വൈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 93. യൂസിങ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ, അതായത് രണ്ട് മീൻ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഓഫ് ടു മീൻ്റെ ആണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റേറ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് ദ ടു മിക്സ്. അതായത് ഈ രണ്ട് ബൾബും, എക്സ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബും വൈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതോ രണ്ടും ഒരേപോലെയാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. നമ്പർ ഓഫ് ബൾബ് യൂസ്ഡ്, അതായത് എക്സ് കമ്പനി 100 ബൾബ് ഉപയോഗിക്കുന്നുണ്ട്, വൈ കമ്പനി 100, അതായത് n1 100, n2 100. മീൻ ലൈഫ് ഇൻ ഹവേഴ്സ്, അതായത് ഓരോ ബൾബിൻ്റെയും മീൻ ലൈഫാണ് തന്നിരിക്കുന്നത്. അതായത് ബൾബ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാമ്പിളാണ്. അപ്പോൾ x1 ബാർ സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് സാമ്പിൾ മീൻ ആണ് 1300, സെക്കൻഡ് സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു 1248. ഇനിയും തന്നിരിക്കുന്ന ആ ബൾബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായ s1 ഈസ് ഈക്വൽ ടു 82 ആൻഡ് s2 ഈസ് ഈക്വൽ ടു 93. നമുക്കറിയാം ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ആദ്യം തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണം. അതായത് ഒന്ന് നൾ ഹൈപ്പോത്തിസിസും, നൾ ഹൈപ്പോത്തിസിസ് h0 ഈസ് ഈക്വൽ ടു μ1 ഈക്വൽ ടു μ2, അതേപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് h1 ഈക്വൽ ടു μ1 നോട്ട് ഈക്വൽ ടു μ2. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം നമ്മളോട് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് എക്സ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബും വൈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കേസിൽ ഡിഫറൻസ് ഒന്നുമില്ല, അതായത് μ1 രണ്ടിൻ്റെയും
μ1ഉം μ2ഉം ഈക്വൽ ആണെന്നും രണ്ടാമത്തെ കേസിൽ അത് തമ്മിൽ ഈക്വൽ അല്ലെന്നുമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഒന്നും പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതൊരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. ടു ടൈൽഡ് ടെസ്റ്റ്. അതേപോലെ z ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കണം, n1 n2 ഉണ്ട്, അതേപോലെ s1 s2 ഉണ്ട്. അതായത് സാമ്പിൾ സൈസും അതേപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുള്ള അത് രണ്ടും ഉള്ള ഏത് സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്നത്. ആദ്യത്തേത് പറ്റത്തില്ല, കാരണം അവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ല. രണ്ടാമത്തേനകത്തും ഇല്ല. മൂന്നാമത്തെ ഈ ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സാമ്പിൾ സൈസും തരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. s1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 82 റൂട്ട് ഓഫ് 82 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 100 ആണ്. അതേപോലെ s2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 93 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. 82ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 6724 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 93യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 8649 ഡിവൈഡഡ് ബൈ 100. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് എഴുതാം. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് that is 6724 plus 8649 divided by 100 which is equal to, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15373 divided by 100 എന്ന് കിട്ടും, which is equal to root of 153.73. 153.73യുടെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 12.39 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട z ആണ്. z എന്ന് പറഞ്ഞാൽ x1 ബാർ മൈനസ് x2 ബാർ, അതായത് സാമ്പിൾ മീൻ ഓഫ് ഫസ്റ്റ് ബൾബ്, ഫസ്റ്റ് കമ്പനി മൈനസ് സാമ്പിൾ മീൻ ഓഫ് സെക്കൻഡ് കമ്പനി, അതായത് y കമ്പനി. 1300 മൈനസ് 1248 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 12.39 വിച്ച് ഈസ് ഈക്വൽ ടു 4.196. ഇത് ഒരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. അതുപോലെ ഇത് z ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡവും അതേപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഈ ക്വസ്റ്റ്യന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തരാത്തത് കൊണ്ട് നമ്മളത് 5% ആയിട്ട് എടുക്കുന്നു. അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ z ടെസ്റ്റ് ആണോ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96. നമ്മൾ നോക്കണം കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാളും ഹയർ ആണോ ലെസ് ആണോ എന്ന്. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഹയർ ആണ്. ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. സോ വി റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഇപ്പോൾ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആയിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന്, ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് നൾ ഹൈപ്പോത്തിസിസ് ആയ μ1 ഈക്വൽ ടു μ2, അതായത് രണ്ട് കമ്പനിയും ഒരേപോലെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അതായത് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയ μ1 നോട്ട് ഈക്വൽ ടു μ2, അതായത് രണ്ടുപേരും ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് വി അക്സെപ്റ്റ് alternative hypothesis H1 that is μ1 not equal to μ2. ഇനി അടുത്ത് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ട്. ഇതിൻ്റെ ഗ്രാഫാണ്. ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് രണ്ട് സൈഡിലോട്ട് നമ്മൾ ടെയിൽ വരയ്ക്കണം. ഇവിടെ 5% ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ, ദാറ്റ് ഈസ് 0.05. അതിനെ ഡിവൈഡ് ചെയ്യണം 2 കൊണ്ട്, എന്നിട്ട് അപ്പോൾ 0.025 എന്ന് കിട്ടും. അതായത് ഇവിടെയും 0.025, ഇവിടെയും 0.025. ഇപ്പോൾ നമുക്ക് ഒരു ടെയിൽ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് എടുക്കാമായിരുന്നു, 0.05 എന്ന് തന്നെ എടുക്കാമായിരുന്നു. ഇത് രണ്ട് ടെയിൽ ആയതുകൊണ്ടാണ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ എടുക്കുന്നത്. z ഈക്വൽ ടു നമ്മുടെ ടേബിൾ വാല്യൂ ആയ 1.96, ഇത് നെഗറ്റീവ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് -1.96 എന്നും ഇവിടെ
Z ഈക്വൽ ടു 1.96 എന്നും. ഇതാണ് നമ്മുടെ ഗ്രാഫ്.